മക്കളെ, അപ്പോൾ +2 പഠിച്ച് തുടങ്ങാം. നമുക്ക് ഇപ്പോഴേ +2 പഠിച്ച് തുടങ്ങാം. നിങ്ങൾ +1 പഠിച്ച് കഴിഞ്ഞു വന്നതുകൊണ്ട് നിങ്ങൾക്ക് +1 എങ്ങനെയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഐഡിയ നിങ്ങൾക്ക് കൃത്യമായി കിട്ടിയിട്ടുണ്ട്. +1 പോലെ തന്നെയാണ് +2 കേട്ടല്ലോ. ഇതിൻ്റെ അകത്തുനിന്ന് വലിയ മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 ചെറിയ മാറ്റങ്ങളുണ്ട്. അതിനുവേണ്ടി നമ്മളൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ എങ്ങനെ +2 പഠിക്കണം, ഇപ്പോൾ മുതലേ കുറേശ്ശെ വളരെ എളുപ്പത്തിൽ എങ്ങനെ +2 പഠിക്കാം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 10-ാം തീയതിയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ വരുന്നത്, വൈകിട്ട് 7 മണിക്ക് കേട്ടല്ലോ. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ +2ലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. +2ൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും. അതായത് ഈ +2ൽ നിങ്ങൾക്ക് ലാബുകൾ വരും. അതായത് നിങ്ങൾക്ക് ഏതിനൊക്കെ ലാബ് ഉണ്ട്, നിങ്ങളുടെ സബ്ജക്റ്റുകളായ 4 എണ്ണത്തിന് ലാബ് ഉണ്ടാവും. ഫിസിക്സിനുണ്ടാവും, കെമിസ്ട്രിക്ക് ഉണ്ടാവും, മാത്സിനുണ്ടാവും, പിന്നെ നിങ്ങളുടെ ബയോളജി ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസിനുണ്ടെങ്കിലും ഇതിനെല്ലാത്തിനും ലാബുകൾ ഉണ്ടാവും. നിങ്ങൾ ലാബുകൾ ചെയ്യുന്നില്ല, ഈ ലാബ് എക്സാമുകൾ നടക്കുന്നത് ആ ജനുവരി ഫെബ്രുവരി ആ സമയങ്ങളിലായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ഉടനെ നിങ്ങൾക്ക് ഈ ലാബ് എക്സാമുകൾ വരും. അപ്പോൾ ലാബ് എക്സാമുകൾ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെയർ റെക്കോർഡുകൾ എഴുതണം, റഫ് റെക്കോർഡുകൾ എഴുതണം, ഇതെല്ലാം കാണിച്ച് സൈൻ മേടിക്കണം, പിന്നെ ഇത് പഠിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടക്ക് പോകും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളിപ്പോൾ പഠിച്ചു വന്ന ഇപ്പോൾ +1 പഠിച്ച ഒരു രീതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, +1 പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ +1 പഠിച്ചു കഴിഞ്ഞ് ഒരു ജനുവരി ഫെബ്രുവരി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു തിരക്കില്ലേ, അതായത് പോർഷൻ പഠിച്ച് തീർക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പഠിച്ച് തീരുമോ എന്ന് നിങ്ങൾ സംശയിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുകൂടി വരും, നിങ്ങൾക്ക് ഈ പറഞ്ഞ ലാബ് എക്സാം കൂടി വരും. അപ്പോൾ ലാബ് എക്സാം വന്നു, അതൊന്ന്. അപ്പോൾ ഒന്ന് നിങ്ങൾ ടൈറ്റായി. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ +1 എക്സാമുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 1-2 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം വരുന്നത് ഈ നമ്മളുടെ മെയിൻ എക്സാമിൻ്റെ കൂടെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ +2 എക്സാം എഴുതൂല്ലേ, അതിൻ്റെ കൂടെ ആ സമയത്ത് +1 എക്സാം നടക്കുമ്പോൾ അതിൻ്റെ കൂടെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ആ സമയത്തും ഇമ്പ്രൂവ്മെൻ്റ് എക്സാം കൂടി വരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജനുവരി മുതൽ നിങ്ങൾ നല്ല ടൈറ്റ് ആയിരിക്കും. കാര്യം എന്താ, ഈ ലാബ് എക്സാമുകൾ വരും, പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമുകൾ വരും, പിന്നെ എന്താ നമ്മുടെ മോഡൽ എക്സാമും മെയിൻ എക്സാമൊക്കെ വരും. അപ്പോൾ ആ സമയം നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ +1 ചെയ്ത പോലെ ജനുവരി മുതൽ ഞാൻ പഠിച്ചു തുടങ്ങാം എന്നൊക്കെ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആവും. നിങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുവാണ്, അത് നിങ്ങളൊരു ക്രിസ്മസ് എക്സാം കഴിയുമ്പോൾ തന്നെ, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും പഠിച്ചു തീർക്കണമെന്ന് തന്നെയാണ്. പക്ഷെ പഠിച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എല്ലാ ചാപ്റ്ററുകളെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ഡിസംബറിൽ തീർക്കുക, ഡിസംബറിൽ നമ്മൾ ഏകദേശം പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ വേണം പഠിച്ചു തുടങ്ങാൻ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരുമ്പോൾ നിങ്ങൾ നല്ല ടൈറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഒരു ഡിസംബർ ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ എക്സാമുകൾ തീർക്കുക എന്നുള്ളൊരു രീതിയിലായിരിക്കും. അത് കൂടാതെ ഈ പറയുന്ന പോലെ ഈ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് പഠിക്കണം, അതെങ്ങനെ പഠിക്കാം, പിന്നെ എന്താണ് ലാബ് എക്സാമുകൾ എങ്ങനെ പഠിക്കണം, അത് ആ ലാബ് എക്സാമിൻ്റെ സമയം എങ്ങനെ ക്രമീകരിക്കും, അതെങ്ങനെ ക്രമീകരിക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞു പോകും. ഓക്കെ. പിന്നെയും സ്റ്റഡി പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇതൊന്നുമല്ല, ഇത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾ +1 കഴിഞ്ഞ് +2ലേക്ക് വരുവാണ്. അപ്പോൾ +1 എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത് പറഞ്ഞാൽ, +1ഉം +2ഉം കമ്പയർ ചെയ്താൽ +2 ആണ് കുറച്ചുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതലുള്ളത്. +1ൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ കണ്ടന്റ് +2ലുണ്ട്. മാത്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നെങ്കിൽ ആ കനത്തിലുള്ള 2 ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതായത് കണ്ടന്റുകൾ അപ്പോൾ ഇരട്ടിയാവുകയാണ്, നിങ്ങൾക്ക് അത്രയും സാധനം പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് പഠിച്ചു പോകണം അല്ലേ, കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോകണം. പഠിച്ചു തീർക്കുക എന്നുള്ളതിനുപരി ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി, ഇതെല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ 10-ാം തീയതി നടക്കുന്ന സ്റ്റഡി പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെ +2 പ്ലാൻ ചെയ്യും. അപ്പോൾ ഇപ്പോൾ പലരും ആലോചിക്കുന്നുണ്ടായിരിക്കും, +2 തുടങ്ങിയിട്ടില്ല, പിന്നെ എന്തിനാണ് ഇപ്പോഴും ഈ സാധനം പ്ലാൻ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ +1 എങ്ങനെ ആയിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഈ +1 എക്സാമിൻ്റെ കൂടെ കുറച്ചുകൂടി കണ്ടന്റ് നിങ്ങൾക്ക് അധികം പഠിക്കാനുണ്ട്, ഇമ്പ്രൂവ്മെന്റ് എക്സാം വരും, ലാബ് എക്സാം വരും, ഇതെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് നടന്നു പോവുമോ? ഇല്ല. അതുകൊണ്ട് സ്റ്റഡി പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമയത്ത്. എന്താണ്, അതുകൊണ്ട് കൃത്യമായിട്ടും എല്ലാവരും പങ്കെടുക്കുക.
പിന്നെ നമ്മൾ പ്ലസ് ടുവിൻ്റെ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ സമയങ്ങളിലാണ്, അതായത് ഈ അവസാനം പ്ലസ് ടു നിങ്ങൾ പഠിച്ചു തീർന്ന അവസാന സമയങ്ങളിലായിരിക്കും നിങ്ങളുടെ എന്താണ് കുറേ എൻട്രൻസ് എക്സാമുകൾ വരുന്നത്. JEE, കീം, CUT, അതുപോലെ കുറേ എക്സാമുകൾ. ഞാൻ മെയിൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കി എൻട്രൻസ് എക്സാമുകളൊക്കെ വരുന്നത്. ഈ എൻട്രൻസ് എക്സാമുകൾ നോക്കുമ്പോൾ ചില എൻട്രൻസ് എക്സാമുകളിൽ പ്ലസ് ടു ആണ് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് കേട്ടല്ലോ. അപ്പോൾ പ്ലസ് ടു നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണണം. പ്ലസ് ടുവിൽ നമുക്ക് നല്ല മാർക്ക് മേടിക്കണം കേട്ടല്ലോ. ഇതിൻ്റെ പ്ലസ് വണ്ണിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാം. പക്ഷേ ഒറ്റയടിക്ക് തന്നെ ഒറ്റ തവണ തന്നെ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ റിസൾട്ട് വരുമ്പോൾ, നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്ലസ് വണ്ണിൽ വന്ന പാളിച്ചകളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ച് വേണം നമ്മൾ പ്ലസ് ടു പഠിക്കാൻ. അത് പഠിക്കാനുള്ള ഒരു കിഡിലൻ സ്റ്റഡി പ്ലാനാണ് നിങ്ങൾക്ക് തരുന്നത്. 10-ാം തീയതി എല്ലാവരും വരിക. എല്ലാവരും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പഠിക്കുക എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി പ്ലസ് ടു ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പ്ലസ് ടു എന്നൊന്നും മനസ്സിലാക്കി വെക്കാൻ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉപകരിക്കും. ഇവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലാബ് എക്സാമുകൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ജനുവരി പകുതിയാകുമ്പോൾ ലാബ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ലാബ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യും. അതൊരാൾക്ക് അറിയില്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇങ്ങനെ പ്ലസ് ടുവിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സ്റ്റഡി പ്ലാനിൽ പറയും. നിങ്ങൾ നിർബന്ധമായിട്ടും വരിക. നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടും പ്ലസ് ടു എന്താണ്, പ്ലസ് ടു എങ്ങനെ പഠിക്കണം. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കും ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് തുടങ്ങുവാണ് 10-ാം തീയതി. അപ്പോൾ 10-ാം തീയതി കഴിഞ്ഞ ഉടനെ നമുക്ക് പഠിത്തവും സ്റ്റാർട്ട് ചെയ്യാം. കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം. ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ താഴെ നമ്മൾ ലിങ്ക് കൊടുക്കാം, ഫോം കൊടുക്കാം. ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാം. ഞാൻ പറയുന്നത് നമ്മൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് എല്ലാ തവണയും പറയുന്ന പോലെ ഇത് വെറുതെ അല്ല. ഇത് നേരത്തെ പഠിച്ചു തുടങ്ങണം. ഒരു ഡിസംബർ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ബേസിക് ഐഡിയ കിട്ടണം. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ടൈറ്റ്ലി പാക്ഡ് ആയി പോകുന്ന ഒരു സമയമാണ് ജനുവരി കഴിഞ്ഞിട്ടുള്ള ഒരു സമയം. അപ്പോൾ അതിന് ഒട്ടും സമയമില്ലാത്തൊരു അവസ്ഥ വരും ജനുവരി കഴിയുമ്പോൾ. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടാൻ നിങ്ങൾ ഈ സ്റ്റഡി പ്ലാനിൽ വരിക, കൃത്യമായിട്ട് പഠിക്കുക. പ്ലസ് വണ്ണിൽ വന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പ്ലസ് ടുവിൽ നമുക്ക് നല്ല മാർക്ക് മേടിക്കണം. നല്ല കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത് നന്നായിട്ട് പഠിക്കാൻ പറ്റണം. സന്തോഷമായിട്ടിരിക്കണം. അതിനുവേണ്ടി നമുക്ക് നല്ല മാർക്ക് വേണം, നല്ല അഡ്മിഷൻ കിട്ടണം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ആ 10-ാം തീയതി മുതൽ നമ്മൾ തുടങ്ങുവാണ് പ്ലസ് ടു. ഓക്കെ അല്ലേ?